കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലേക്ക് സൂചന നൽകുന്ന ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് നൽകുകയുണ്ടായി. സ്വർണ്ണക്കടത്ത് സംഘാംഗത്തിന്റെ വെളിപ്പെടുത്തൽ അടക്കമാണ് കൊച്ചി ബ്യൂറോ പുറത്തുവിട്ടിട്ടുള്ള ഈ ബിഗ് എക്സ്ക്ലൂസീവ്. കേരളത്തിൽ ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി മാറിയിരിക്കുകയാണ്. അത് എത്രയോ വർഷങ്ങളായിട്ടുണ്ട്, പക്ഷെ അത് നിരന്തരമായിട്ടുണ്ടാകുന്നു. അതിനെ തുടർന്ന് പരസ്പരമുള്ള പക, അപകടമുണ്ടാക്കൽ, അതിനകത്ത് മനുഷ്യന്മാർ മരിക്കുന്നത്, ഇങ്ങനെ പലതരത്തിലും നിയന്ത്രിക്കാത്ത, ഒരുപക്ഷെ രാഷ്ട്രീയ വിവാദമായി പോലും ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നു എന്ന ആരോപണം ഉയർന്നത്. അങ്ങനെ കേരളത്തിൽ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയൊരു മാഫിയ സംഘമായി ഈ സ്വർണ്ണക്കടത്ത് സംഘം മാറിയിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് കൊച്ചി ബ്യൂറോയിൽ നിന്ന് അരുൺ ശങ്കർ റിപ്പോർട്ട് ചെയ്തത്. കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിലെ പ്രധാനി അമാന ജുവലറി ഗ്രൂപ്പാണെന്ന് സ്വർണ്ണക്കടത്ത് സംഘാംഗം ചരൽ ഫൈസൽ വെളിപ്പെടുത്തി. എയർപോർട്ടിൽ വരുന്ന സ്വർണ്ണത്തെ നമ്മൾ ആ പാസഞ്ചറെ പിക്ക് ചെയ്യുക, ഇവർ പറഞ്ഞ സ്ഥലങ്ങളുണ്ടാവും, ആ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക, അത്രേ ഡ്യൂട്ടി ഉള്ളൂ. ഇത് എവിടെ എത്തിച്ചിട്ടുള്ളതെന്നും കൃത്യമായിട്ട് പറയാൻ പറ്റൂലേ? നമുക്ക് കൊടുവള്ളിയാണ് അവർ എത്തിക്കാറ്. 2 പാസഞ്ചേഴ്സ് തന്നെ ഇറങ്ങിയിട്ട് ഒരു കോടി രൂപയുടെ ബിസിനസ്സായി ഒരു ദിവസം അവർ ചെയ്യുന്നു. 2021 ജൂൺ 21 കോഴിക്കോട് രാമനാട്ടുകരയിൽ 5 പേർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിലേക്ക് നയിച്ച സ്വർണ്ണക്കടത്ത് അമാന ജുവലറി ഗ്രൂപ്പിന് വേണ്ടിയായിരുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലാനഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം അമാന ഗ്രൂപ്പ് അവിടെ നടത്തിയിട്ടുണ്ട്. ശരത്തമ്പാട്ടുകവനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ ശങ്കർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അരുൺ, ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് പിന്നിലുള്ള ആസൂത്രണം, ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കൽ, ഉദ്യോഗസ്ഥരെ കൂടി ഇതിന്റെ ഭാഗമാക്കൽ, അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളല്ലേ ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. എങ്ങനെയാണ് അരുൺ ശങ്കർ ഈ ഒരു കാര്യത്തിലേക്കും ഈ കടത്തുകാരിലേക്കും ഒക്കെ എത്തിച്ചേർന്നത്? ഇപ്പോൾ ഇവരൊക്കെ, ഈ അന്ന് വെളിപ്പെടുത്തൽ നടത്തിയവരൊക്കെ ഇപ്പോൾ എന്ത് പറയുന്നു? നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്ത് എന്നുള്ളത് കേരളത്തിൽ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ്. സിനിമയ്ക്ക് പോലും പല സമയത്ത് വിഷയമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സ്വർണ്ണക്കടത്ത് എന്നുള്ളത്. ആ സ്വർണ്ണക്കടത്തിൽ ഏതൊക്കെ തട്ടിൽ എത്രത്തോളം ആൾക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വിശദമാക്കുന്നതായിരുന്നു നമ്മളുടെ റിപ്പോർട്ട്. പലപ്പോഴും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ നടത്തുന്ന സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ പിടിക്കപ്പെടുകയും സ്വർണം കണ്ടുകിട്ടപ്പെടുകയൊക്കെ ചെയ്തതായി വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ആരാണെന്നുള്ളതിലേക്ക് പല റിപ്പോർട്ടുകളും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഈ വർഷം കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തമായൊരു ഗ്രൂപ്പിനെക്കുറിച്ച്, അമാന ജുവലറി ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നു. ചരൽ ഫൈസൽ എന്ന ഈ കടത്തുകാരനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ അമാന ഗ്രൂപ്പിലേക്ക് അന്വേഷണം എത്തുന്നത്. പക്ഷേ അവർ ആദ്യഘട്ടത്തിൽ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ അമാന ഗ്രൂപ്പ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങളും കൂടി പങ്കുവെച്ചതോടുകൂടി അവർക്ക് പിന്നെ കൂടുതൽ ന്യായീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. എന്തായാലും സ്വർണ്ണക്കടത്ത് തകർക്കുന്നത് നിരവധി സാധാരണപ്പെട്ട കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെയാണെന്നുള്ളത് കൂടി നമ്മൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. രാമനാട്ടുകരയിൽ 2021 ജൂൺ മാസത്തിൽ നടന്ന ആ അപകടത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. അതായത് ചെറുപ്പക്കാരായ 5 പേര്. അപ്പോൾ അത്തരം സാധാരണപ്പെട്ട കുടുംബത്തിലെ യുവാക്കളുടെ ജീവൻ പോലും ഇതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുതയും നമ്മളിതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ശക്തമായ അന്വേഷണം വേണം. ഇത്തരം ഗ്രൂപ്പുകൾ കൂടി നമ്മൾ പുറത്തു കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി പോലീസ് ഇരുട്ടി തപ്പേണ്ട കാര്യമില്ല. പോലീസ് ഇരുട്ടി തപ്പുകയല്ല സാധാരണ ചെയ്യുന്നത്, അവർ ബോധപൂർവ്വം ഇവരൊക്കെ വിട്ടുകളയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ തടയിടുന്നതാണ് നമ്മൾ കൊണ്ടുവന്ന സമ്പൂർണ്ണമായ റിപ്പോർട്ട്. ശരി, എന്ന് മാത്രമല്ല അരുൺ ശങ്കർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റു മാധ്യമങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാനും ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാനും കഴിഞ്ഞതുപോലും. ഇത് അഭിലാഷ്, ഇതിനകത്ത് ഉള്ള ഒരു കാര്യം, ഇതിന്റെ വേരുകൾ, ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ വേരുകൾ എവിടെയൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഉദ്യോഗസ്ഥരെ കുറിച്ച് ആരോപണം വരുന്നു, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടാകാം. അപ്പോൾ നടപടി എടുക്കേണ്ടവർ തന്നെ ഇതൊരു പക്ഷേ സ്ലോ ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ നടപടി എടുക്കേണ്ട എന്നുള്ള രീതിയിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇതിങ്ങനെ അനുസ്യൂതം ഇതിങ്ങനെ തുടരുന്നതിന്റെ കാലത്തിലെ ADGP റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരാണ് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് എത്രയാണ്? അതാ ഞാൻ പറഞ്ഞു, ഇത് എത്രത്തോളം നമ്മുടെ സിസ്റ്റത്തെ ഇത് പിടിച്ചു മുറുക്കിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇനിയും ഒരു പക്ഷേ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും.